അങ്ങനെ ഇന്ന് ഇന്ത്യ US-ക്കെതിരെ ജയിച്ചിരിക്കുകയാണ്. ഇന്നത്തേതൊരു വിജയമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. 14 ഓവറിൽ ഇന്ത്യ 60 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അമേരിക്കൻ ടീം ആകെ കൂടി 110 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ റൺസ് മറികടക്കാൻ ഇന്ത്യ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്ന് കളി ജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കോഹ്ലി ഇന്നും ഗോൾഡൻ ഡക്ക് ആയിരുന്നു. കോഹ്ലിക്ക് ഫോം ആകാൻ സാധിക്കുന്നില്ല. കോഹ്ലി ഓപ്പണിംഗിൽ പരാജയമായി മാറി. ഇന്ന് കളി ജയിച്ച് രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളിപ്പോൾ സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. അടുപ്പിച്ച് 3 മാച്ച് ജയിച്ചിരിക്കുകയാണ്. തോൽവി എന്താണെന്ന് അറിയാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യൻ ടീമിന് ഇപ്പോഴും കുഴപ്പമുണ്ട്. ഓപ്പണിംഗ് ശരിക്ക് സെറ്റ് ആവുന്നില്ല. കോഹ്ലി ഇന്ന് ഡെക്കിലാണ് പുറത്തായത്. കോഹ്ലിക്ക് ഓപ്പണിംഗിൽ കളിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത മാച്ചിൽ പുതിയൊരു ഓപ്പണിംഗ് കോംബോ ആവശ്യമാണ്. സഞ്ജു അല്ലെങ്കിൽ ജയ്സ്വാൾ ഇവർക്ക് അടുത്ത മാച്ചിൽ അവസരം കൊടുക്കും. ഞങ്ങൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയി. അതുകൊണ്ട് അടുത്ത മാച്ച് ചടങ്ങ് മാത്രമാണ്. ഇന്നത്തെ മത്സരത്തിൽ ബാറ്റിംഗിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അമേരിക്കൻ ടീമിനെതിരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കളി ജയിച്ചത്. സൂര്യ ഉള്ളത് കൊണ്ടാണ് കളി ജയിക്കാൻ കാരണമായത്. അമേരിക്ക മികച്ച ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. അവർ ഇത്ര മികച്ച കളി കാഴ്ചവെക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മത്സരത്തിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ കളിക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. US ടീം ഇന്ത്യ ടീമിനെ ശരിക്ക് വിറപ്പിച്ചു. ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി തോറ്റേനെ. US ടീം അതുപോലത്തെ പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ടീം ഇങ്ങനെ പ്രതീക്ഷ കാണില്ല. കോഹ്ലി ഗോൾഡൻ ഡക്കിലാണെന്ന് പുറത്തായത്. സഞ്ജുവിനെ ഇന്നും അവസരം കൊടുത്തില്ല. അടുപ്പിച്ച് 3 മാച്ച് സഞ്ജു സൈഡ് ബെഞ്ചിലിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യൻ താരങ്ങളുടെ ഫോം അനുസരിച്ച് സഞ്ജുവിന് ഒരു അവസരം കൊടുക്കാമായിരുന്നു. കോഹ്ലി തുടർച്ചയായി 3ാം തവണയാണ് ഓപ്പണിംഗിൽ പരാജയപ്പെടുന്നത്. സഞ്ജുവിന് ഓപ്പണിംഗിൽ അവസരം കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.